എന്തും പറഞ്ഞ് നിന്റെ ഭർത്താവ് നിന്നെ കയറി പിടിച്ചെന്നോ? സാത്വിക ഒരു കള്ളച്ചിരിയോടെ അവളുടെ തോളിൽ നിന്ന് കഴുത്തിലേക്ക് താടി കൊണ്ട് ഉരസി. അച്ചുവേട്ടാ. അവളൊന്ന് ഉയർന്നു പൊങ്ങി. വർഷം 1.5 കഴിഞ്ഞിട്ടും നിന്റെ ഈ പിടപ്പ് മാറിയില്ലല്ലോ അമ്മൂട്ടി. പ്രണയത്തോടെ അത് പറയുന്നതിനൊപ്പം അവന്റെ ചുണ്ട് കഴുത്തിൽ പതിഞ്ഞു. അവൾ അവന് നേരെ തിരിഞ്ഞ് അവന്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു. അവൻ അവളെ ഇറുകെ പുണർന്നു. ഐ മിസ് യു. അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. പിന്നെ വെറുതെയാ? 2 ദിവസമായില്ലേ ഞാൻ പണിയിൽ പോയിട്ട്. എന്നിട്ട് എന്നെ കൂട്ടാൻ വന്നോ? എന്നെ ഒന്ന് വിളിച്ചോ? മുന്നേക്ക് പോയ 1-ാം ദിവസം എന്നെ കൊണ്ടുവരാൻ വന്നിരുന്ന ആളാ. അവൾ പരിഭവത്തോടെ അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നു. അല്ല, ആരാദ്യം പിണങ്ങിയിരുന്ന്? അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അവൾ മറുപടി പറയാതെ മുഖം താഴ്ത്തി. പറ. അവനവളുടെ മുഖം ഉയർത്തി. ഞാൻ ആരെവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയത്? അത് ഞാൻ വീണ്ടും മുഖം നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ കട്ടാക്കിയത് ആരാ? അവളുടെ ചെവിക്ക് താഴെ ഇക്കിളിയാക്കി. ഏട്ടനാണോ വിളിച്ചത്? അത് ഞാൻ കട്ടാക്കിയതല്ല. ഞാൻ അച്ചോട്ടിന് കോളും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒന്ന് അപ്പുറത്തേക്ക് മാറിയതാ. അപ്പൊ ഫോൺ റിങ് ചെയ്തു. ഓടി വന്ന് എടുക്കാൻ നോക്കിയപ്പോ അതറിയാതെ കൈതട്ടി. ആവേശത്തോടെ പറഞ്ഞു തുടങ്ങിയത് അവസാനമായപ്പോൾ തപ്പിപ്പെറുക്കലായി. ചിരിച്ചുകൊണ്ടിരുന്ന അവന്റെ മുഖവും അവസാനമായപ്പോൾ കൂർത്തു വന്നിട്ടുണ്ട്. പൊട്ടിച്ചോ ആ ഫോണും? 2 തോളിലും പിടിച്ചൽപ്പം പുറകിലേക്ക് അവളെ നീക്കി നിർത്തി അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി തല താഴ്ത്തി പിടിച്ചു, അവനെ നോക്കാതെ. എന്റെ അമ്മു, ഇതിപ്പോ കഴിഞ്ഞ 6 മാസത്തിൽ എന്റെ കൂടെ കൂട്ടി നീ എത്രാമത്തെ ഫോണാ പൊട്ടിക്കുന്നതെന്നറിയോ? അവൻ കൈയെടുത്ത് നെറ്റിയിലടിച്ച് ചോദിച്ചു. അറിയാതല്ല അച്ചുവേട്ടാ. അവള് ചുണ്ടുമലർത്തി. ആ നോട്ടത്തിൽ അവന്റെ മുഖമൊന്ന് അയഞ്ഞു. സാറില്ല, നീ ഫോണതാ, ഞാൻ നോക്കട്ടെ ശരിയാക്കാൻ പറ്റുമെന്ന്. അവൻ നെറ്റിനും തിരുമ്മി അവളോട് പറഞ്ഞു. അവളുടെ മുഖത്ത് പിന്നെയും കള്ളത്തരം. അത് പിന്നെ അച്ചയുടെ മുൻപിൽ വെച്ചാ ഫോണ് പൊട്ടിയത്. അപ്പോ അച്ഛ അത് വാങ്ങിക്കൊണ്ട് പോയി ശരിയാക്കാൻ. ബലൂണ് വീർക്കുന്ന പോലെ വീർത്തിട്ടുണ്ട് ചേട്ടന്റെ മുഖം. വെട്ടിത്തിരിഞ്ഞൊരൊറ്റ പോക്ക് ബാൽക്കണിയിലേക്ക്. ഹോ, എന്റെ ഒരു അവസ്ഥ. സ്വയം പരിതപിച്ചുകൊണ്ട് അവളും പുറകെ ചെന്നു. ദേ ഇരിക്കുന്നു ഭർത്താവ് ഫോണിൽ തോണ്ടി. മുഖം എപ്പോഴും കടന്നൽ കുത്തിയത് ഉണ്ട്. അവൾ ചെന്ന് അവന്റെ അടുത്ത് ചെന്നിരുന്നു. പെണങ്ങല്ല അച്ചുവേട്ടാ. അവള് കൊഞ്ചി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മു, നയാ പൈസ നിന്റെ അച്ഛനും കൂടി ചെലവാക്കരുതെന്ന്. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ട കാശ് അതെന്തായാലും എത്രയായാലും അത് ഞാൻ നോക്കിക്കോളാം. എന്റെ അച്ചുവേട്ടാ, പണ്ടെന്നോ അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഇപ്പോഴും വേണോ ഈ ദേഷ്യം? വെറുതെ ഒന്നുമല്ലല്ലോ. തറവാട്ടിൽ വെച്ച് എന്നെ കയറി ഉമ്മ വയ്ക്കാൻ നോക്കിയിട്ടല്ലേ അച്ഛൻ ചൂടായത്? ഞാൻ കണ്ട പെണ്ണുങ്ങളെന്നല്ലല്ലോ എന്റെ പെണ്ണിനല്ലേ ഉമ്മ വെച്ചത്, അവൻ വീറോടെ പറഞ്ഞു. ഈ അച്ചുവേട്ടന്റെ പെണ്ണെന്ന് പറയുന്ന ഞാൻ അച്ഛന്റെ ഒരേ ഒരു മോളല്ലേ. അതും അന്നാണെങ്കിൽ 18 വയസ്സ് തികയാതെ ചെറു